ഹായ് ഫ്രണ്ട്സ്, ജോബത്തോൺ പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രൈവർ എക്സാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ ഗ്രേഡ് 2 HDV പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പാർട്ട് 2 ആണ്. പാർട്ട് 2-വിൽ മൊത്തം 50 ക്വസ്റ്റ്യൻ ആണ്. അതിൽ 25 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ട്യൂബ്ലെസ് ടയറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? എ. ട്യൂബ്ലെസ് ടയറുകളിൽ കാറ്റ് ഒരിക്കൽ നിറച്ചാൽ പിന്നീട് ഒരിക്കലും നിറയ്ക്കേണ്ടതില്ല. ബി. ട്യൂബ്ലെസ് ടയറുകൾക്കുള്ളിൽ വായു നിറയ്ക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത അറകളുണ്ടാകും. സി. ട്യൂബ്ലെസ് ടയറുകൾ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഡി. ട്യൂബ്ലെസ് ടയറുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വായു വലിച്ചെടുക്കുന്നു. ഇത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചും ഇതിൻ്റെ ആൻസറുകൾ വ്യത്യസ്തമായിരിക്കും. ഈ പ്രസ്താവനകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം എയും ബിയും ശരിയായ പ്രസ്താവനയല്ല, ഡിയും ശരിയായ പ്രസ്താവനയല്ല എന്ന് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പിന്നെ ശരിയായ പ്രസ്താവന സി ആണ്. ട്യൂബ് ലെസ് ടയറുകൾ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത 4 റോഡുകൾ ചേർന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ വാഹനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത 4 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ എ. മറ്റ് 3 റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കടത്തിവിടുക. ബി. വലതുവശത്തെ റോഡിൽ നിന്ന് വന്ന വാഹനം കടന്നു പോകാൻ അനുവദിക്കുക. സി. ഇടതുവശത്തെ റോഡിൽ നിന്ന് വന്ന വാഹനം കടന്നു പോകാൻ അനുവദിക്കുക. ഡി. മറ്റു റോഡുകൾ ശ്രദ്ധിക്കാതെ കടന്നു പോകുക. ഇതിൽ നിന്നും നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ബി ആണ് ആൻസർ. വലതുവശത്തെ റോഡിൽ നിന്ന് വന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുക. താഴെ പറയുന്ന ഇന്ധനങ്ങളിൽ ഏത് ഉപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? എ. ഡീസൽ, ബി. പെട്രോൾ, സി. മണ്ണെണ്ണ, ഡി. CNG. ഇതും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഡി ആണ്, CNG. CNGക്കാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CNG വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഇറങ്ങുന്നത്. ഇപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ CNG ഇറങ്ങിത്തുടങ്ങി. അപ്പോൾ CNGയുമായിട്ടൊരു ക്വസ്റ്റ്യൻ, ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു വാഹനത്തിൽ പരമാവധി അനുവദിക്കാവുന്ന ചരക്ക് അല്ലെങ്കിൽ ആൾക്കാർ എത്രയെന്ന് കൃത്യമായി പറയുന്നത് എവിടെയാണ്? എ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ, ബി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ, സി. വാഹനത്തിൻ്റെ ട്രിപ്പ് ഷീറ്റിൽ, ഡി. വാഹനത്തിൻ്റെ പെർമിറ്റിൽ. ആൻസർ ഡി. വാഹനത്തിൻ്റെ പെർമിറ്റിൽ. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? എ. കോഴിക്കോട്, ബി. തിരുവനന്തപുരം, സി. കണ്ണൂർ, ഡി. മലപ്പുറം. ആൻസർ ബി. തിരുവനന്തപുരം. വാഹനത്തിൻ്റെ ബാറ്ററികളിൽ ആസിഡിൻ്റെ നില താഴുമ്പോൾ എന്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത്? എ. ഡിസ്റ്റിൽഡ് വാട്ടർ, ബി. നേർപ്പിച്ച ആസിഡ്, സി. സൾഫ്യൂരിക് ആസിഡ്, ഡി. തിളപ്പിച്ചാറിയ വെള്ളം. ആൻസർ എ ആണ്, ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. വാഹനം സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പീനിയൻ ഗിയർ ഏതിനെയാണ് കറക്കുന്നത്? ആൻസർ എ. ഫ്ലൈ വീലിനെ, ബി. ഗിയർ ബോക്സിനെ, സി. കാം ഷാഫ്റ്റിനെ, ഡി. ക്ലച്ചിനെ. ആൻസർ എ. ഫ്ലൈ വീലിനെ. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ മുൻ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി ഈ ഫ്ലൈ വീലിനെ പീനിയലിനെ കുറിച്ച്. അപ്പോൾ ഈ ഡ്രൈവർ എക്സാമിൽ കൂടുതലും റിപ്പീറ്റുകളാണ്, തിരിച്ചും മറിച്ചും ചോദിക്കും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമല്ലാതെ നഷ്ടമൊന്നുമില്ല.
വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള ഇൻഡിക്കേറ്ററുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കേണ്ടി വരുന്ന ഘട്ടം ഏത്? എ. ജംഗ്ഷനിൽ നേരെ പോകേണ്ടി വരുമ്പോൾ. ബി. തന്റെ വാഹനം പ്രശ്നത്തിലാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. സി. കനത്ത മഴയിൽ ഉപയോഗിക്കുന്നു. ഡി. മറ്റു വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം എന്ന സൂചന നൽകുന്നതിന്. ആൻസർ ബി ആണ്, തന്റെ വാഹനം പ്രശ്നത്തിലാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. നമ്മൾ പലപ്പോഴും ജംഗ്ഷനിലെത്തുമ്പോൾ രണ്ട് സിഗ്നലുകളും ഒരുമിച്ചിട്ട് കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഓർമ്മ വെച്ച് നമ്മൾ ആൻസർ എഴുതിയാൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എ ഓപ്ഷൻ ജംഗ്ഷനിൽ നേരെ പോകേണ്ടി വരുമ്പോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ബി ആണ്, തൻ്റെ വാഹനം പ്രശ്നത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏത്? എ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ. ബി. പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ. സി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ. ഡി. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയാൽ. ആൻസർ എ ആണ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ. സ്കൂൾ ബസിന്റെ നിയമപ്രകാരമുള്ള നിറം ഏതായിരിക്കണം? ആൻസർ എ. ഗോൾഡൻ മഞ്ഞ നിറം. ഗോൾഡൻ മഞ്ഞ നിറമാണ് സ്കൂൾ ബസിന്റെ നിയമപ്രകാരമുള്ള നിറം. ഗോൾഡൻ മഞ്ഞ നിറം. കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിൽ വാഹനം ഓടിച്ചെത്തുമ്പോൾ. എ. ഗേറ്റ് ഇല്ലാത്തതിനാൽ നേരെ കടന്നു പോകണം. ബി. വാഹനം നിർത്തി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണം. സി. എതിർദിശയിൽ നിന്ന് വാഹനം വരുന്നുണ്ടെങ്കിൽ കടന്നു പോകണം. ഡി. സിഗ്നൽ ലൈറ്റ് പച്ചയായാൽ കടന്നു പോകണം. ആൻസർ ബി ആണ്, വാഹനം നിർത്തി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണം. താഴെ പറയുന്നവയിൽ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന വാതകം ഏത്? എ. ഹൈഡ്രജൻ. ബി. കാർബൺ ഡൈ ഓക്സൈഡ്. സി. നൈട്രജൻ. ഡി. ഓക്സിജൻ. ആൻസർ ബി. കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന വാതകം ഏത്? ബി. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. റോഡും ടയറും തമ്മിലുള്ള ഏത് ബന്ധമാണ് വാഹനം ചലിക്കാൻ കാരണമാകുന്നത്? എ. ഘർഷണ ബലം. ബി. ബലം. സി. മർദ്ദം. ഡി. വ്യാപ്തം. ആൻസർ എ. ഘർഷണ ബലം. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ തലവൻ ആരാണ്? എ. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ബി. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. സി. സെക്രട്ടറി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഡി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ആൻസർ ഡി ആണ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണ്. അത് ഓർത്തു വച്ചേക്കുക, ഡി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ തലവൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ. TC എന്നൊക്കെ ഓർത്തു വയ്ക്കുക, എന്തെങ്കിലും കോഡിട്ടൊക്കെ ഓർത്തു വയ്ക്കുക കേട്ടോ. TC, ട്രാൻസ്പോർട്ട് കമ്മീഷണർ. 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് 20 കിലോമീറ്റർ ദൂരം ഓടിക്കാമെങ്കിൽ 220 കിലോമീറ്റർ ദൂരം ഓടിക്കാൻ എത്ര ലിറ്റർ ഇന്ധനം വേണം? എ. 8 ലിറ്റർ. ബി. 11 ലിറ്റർ. സി. 15 ലിറ്റർ. ഡി. 21 ലിറ്റർ. അപ്പോൾ ഇവിടെ ഓടിയ ദൂരം 220 കിലോമീറ്റർ ആണ്. ഡീസൽ 20 കിലോമീറ്റർ. അപ്പോൾ 220നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 11 ലിറ്റർ. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ബാഡ്ജ് ലഭിക്കുന്നതിനാവശ്യമായ ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? എ. 8ാം തരം വിജയിച്ചിരിക്കണം. ബി. 7ാം തരം വിജയിച്ചിരിക്കണം. സി. 6ാം തരം വിജയിച്ചിരിക്കണം. ഡി. വിദ്യാഭ്യാസം ആവശ്യമില്ല. ആൻസർ എ ആണ്, 8ാം തരം വിജയിച്ചിരിക്കണം. PSCയുടെ സൈറ്റിൽ ഇപ്പോൾ ഡ്രൈവറുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ 8ാം തരം വിജയിച്ചിരിക്കണം. LMV ബാഡ്ജ് ഇവയാണ്.
അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം. ഇപ്പം നമുക്ക് 7ാം തരം 8ാം തരം 10ാം തരം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമുക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ എക്സാമിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ അതൊരിക്കലും മറക്കില്ല. അപ്പോൾ 8ാം തരം വിജയിച്ചിരിക്കണം, അതാണ് ആൻസർ. RTO എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? റീജിയണൽ ടിക്കറ്റിംഗ് ഓഫീസർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, റീജിയണൽ ടാക്സേഷൻ ഓഫീസർ, റീജിയണൽ ട്രാവലിംഗ് ഓഫീസർ. ആൻസർ ബി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. RTOയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മുൻ വർഷത്തെ നേരത്തെ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ RTO അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. KTDFC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് ഫിനാൻസിംഗ് കോർപ്പറേഷൻ, ബി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസിംഗ് കോർപ്പറേഷൻ, സി കേരള ട്രേഡ് ഡെവലപ്മെൻറ്റ് ഫിനാൻസിംഗ് കോർപ്പറേഷൻ, ഡി കേരള ടെക്നോളജിക്കൽ ഫിനാൻസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ആൻസർ ബി ആണ്, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസിംഗ് കോർപ്പറേഷൻ, KTDFC. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസിംഗ് കോർപ്പറേഷൻ. ഓക്കെ. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ഇതിലില്ല. അത് നമുക്ക് കറണ്ട് അഫെയറിൽ നോക്കണം. സ്ഫോടക വസ്തുക്കൾ മാത്രം വഹിക്കാൻ പെർമിറ്റുള്ള വാഹനങ്ങളുടെ ഡ്രൈവർ ക്യാബിൻ്റെ നിറമേത്? സ്ഫോടക വസ്തുക്കൾ മാത്രം വഹിക്കാൻ പെർമിറ്റുള്ള വാഹനങ്ങളുടെ ഡ്രൈവർ ക്യാബിൻ്റെ നിറമേത്? ആൻസർ എ മജന്ത, ബി ഓറഞ്ച്, സി കടും ചുവപ്പ്, ഡി കടും മഞ്ഞ. ആൻസർ ബി ആണ്, ഓറഞ്ച്. ഈ ക്വസ്റ്റ്യൻ നേരത്തെ പാർട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓറഞ്ച് ആണ് ഇതിൻ്റെ ആൻസർ. CNG എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? CNG എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? എ കംപ്രസ്ഡ് നിയോൺ ഗ്യാസ്, ബി കംപ്രസ്ഡ് ന്യൂട്രൽ ഗ്യാസ്, സി കംപ്രസ്ഡ് നൈട്രജൻ ഗ്യാസ്, ഡി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ആൻസർ ഡി, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യനാണ് ഉണ്ടായത് CNGയെ കുറിച്ച്. ഓക്കെ, അപ്പോൾ CNGയും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ 2 പാർട്ടായിട്ട് കവർ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് റിപ്പീറ്റഡ് പലതും, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.